Hello everyone, welcome to Delicious Recipes. കായ വറുത്തതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റായ ഈ ബനാന ചിപ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 4 ഏത്തക്കായയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ 2 വശത്തു നിന്നും അല്പം മുറിച്ച് മാറ്റാം. അതിനുശേഷം കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. കൂടുതൽ ഡീപ്പായിട്ട് മുറിക്കരുത്. ഇതുപോലെ കൈകൊണ്ട് തൊലിയൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഈ കായയ്ക്ക് കറയുണ്ടാവും. അപ്പോൾ ഈ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ തൊലി കളഞ്ഞ ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലർത്തി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ വെള്ളത്തിൽ ചേർത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 4 ഏത്തക്കായും തൊലിയൊക്കെ കളഞ്ഞ് ഈ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഏത്തക്കായുടെ മുകളിൽ നല്ലൊരു മഞ്ഞ കളർ വരികയും ചെയ്യും. അതിൻ്റെ കറയൊക്കെ പോയി കിട്ടുകയും ചെയ്യും. 15 മിനിറ്റിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്നെടുത്ത് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി ഇത് വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇത് മുറിച്ചെടുത്തത്. 4 കായ ഞാനിവിടെ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് തന്നെ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് അവസാനം കായ വറുത്തെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കായ വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഇത് നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലിലാണ് ഇതിപ്പോൾ വറുത്തെടുക്കുന്നത്. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കായ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കി വെച്ചിട്ടുള്ള വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കായ വറുത്തത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇത് കൊടുക്കാം. തയ്യാറാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. ഇനി ഇതുപോലെ രണ്ടാമത്തെ ബാച്ചും കൂടി നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയ ചിപ്സാണിത്. നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള കായ വറുത്തത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്